ഇന്ന് ഞാൻ ഓണസദ്യയ്ക്ക് എടുക്കാൻ പറ്റിയ വിധത്തിലുള്ള ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം പരിപ്പ് വറുത്തെടുക്കുകയാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം പരിപ്പിടാനായിട്ട്. റോസ്റ്റ് ചെയ്ത പരിപ്പ് കറി വെക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. 5 മിനിറ്റ് ഞാനിത് റോസ്റ്റ് ചെയ്തു. ഒരു റോസ്റ്റഡ് സ്മെൽ പൊങ്ങി വരുന്നുണ്ട്. ഇനിയും തണുത്ത് കഴിഞ്ഞിട്ട് കഴുകി വേവിക്കണം. ഇനിയും പരിപ്പ് വേവിക്കുകയാണ്. ഈ പരിപ്പ് ഞാൻ കഴുകി എടുത്തതാണ്. ഈ ചെറുപയർ പരിപ്പിന് പകരം നമ്മൾ സാമ്പാർ വെക്കുന്ന തുവരഡാളും ഉപയോഗിക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം. ഇതിൽ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ലിഡ് ഞാൻ മുഴുവനും അങ്ങ് ടൈറ്റാക്കി ക്ലോസ് ചെയ്യുന്നില്ല, കാരണം പരിപ്പ് തിളച്ചു പൊങ്ങും. ഇടയ്ക്ക് നോക്കണം. പരിപ്പ് വേകുന്ന സമയത്ത് അരപ്പുണ്ടാക്കാം. അരപ്പിന് 1 കപ്പ് തേങ്ങയാണ് ജാറിലെടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 2 കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം പച്ചമുളക് എടുത്താലും മതി. 1 വെളുത്തുള്ളി, 1 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അരപ്പ് നല്ല ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തു. ഇനി അരപ്പ് ചേർക്കാം. അരച്ച പാത്രം കഴുകി സ്വല്പം വെള്ളം ചേർക്കുകയാണ്. തേങ്ങ അരയ്ക്കാനായിട്ട് 1 കപ്പ് വെള്ളം എടുത്തു. അതുപോലെ അരപ്പിലേക്ക് ഞാൻ ഒരു 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും കുറുകിയിരുന്നാൽ മതി. ഇനി സ്വല്പം കൂടെ നീണ്ടിരിക്കണമെന്ന് വരികിൽ സ്വല്പം വെള്ളം കൂടി ചേർത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കുക. പരിപ്പ് വേവിക്കാൻ നേരം 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തത്. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. കറി നന്നായിട്ട് ചൂടായി. ഇനി ഇതിൽ കടുക് താളിച്ച് ചേർക്കാം, അല്ലാതെ സ്വല്പം നെയ്യ് ഒഴിച്ച് കരിവേപ്പിലയും ഇട്ട് ചിലർ ഉപയോഗിക്കും. ഞാനിതിൽ കടുക് താളിച്ച് ചേർക്കാൻ പോവുകയാണ്. പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക്, 2 ഉണക്കമുളക് മുറിച്ചത്, 1 തണ്ട് കറിവേപ്പില. ഇത് കറിയിലേക്ക് ചേർക്കുകയാണ്. കറിയിൽ കടുക് താളിച്ചൊഴിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കണേ.